ഓണക്കോടി കിട്ടാതെ പോയ ആദിവാസിക്ക് ഉടുമുണ്ടൂരി നൽകി അയാളുടെ വസ്ത്രം ധരിച്ച മണി പറഞ്ഞു, ഡാ അനൂപേ, അച്ഛന്റെ മണം. മലയാളിക്കരയെ കണ്ണീരിലാഴ്ത്തി ചാലക്കുടിക്കാരൻ മണി വിടവാങ്ങിയിട്ട് മാർച്ച് 6-ന് 10 വർഷം തികയുന്നു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പാട്ടുപാടിയും ഒപ്പമുണ്ടായിരുന്ന ആ വലിയ മനുഷ്യൻ ഓർമ്മയായിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആ ഓർമ്മകൾക്ക് ഇന്നും വിയർപ്പിന്റെയും മണ്ണിന്റെയും സ്നേഹത്തിന്റെയും മണമാണെന്ന് തെളിയിക്കുകയാണ് സഹപ്രവർത്തകൻ അനൂപ് ചന്ദ്രൻ പങ്കുവച്ച ഹൃദയസ്പർശിയായ അനുഭവം. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ മണി നടത്തിയ ഒരു ഓണസദ്യക്കിടെ നടന്ന അവിശ്വസനീയമായ ഒരു സംഭവമാണ് അനൂപ് ചന്ദ്രൻ തന്റെ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. താൻ ഉടുത്ത മുണ്ടും ഷർട്ടും അപരന് നൽകി. അപരന്റെ വിയർപ്പുള്ള പഴയ വസ്ത്രം സ്വയം അണിഞ്ഞ മണിയുടെ നിഷ്കളങ്കതയെക്കുറിച്ച് പറയുമ്പോൾ അനൂപിന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ലക്ഷങ്ങൾ വിലയുള്ള തന്റെ ജാഗർ കാറിലിരുന്ന് ആ പഴയ വസ്ത്രത്തിലെ വിയർപ്പ് ഗന്ധം ശ്വസിച്ച് ഇത് എന്റെ അച്ഛന്റെ മണമാണ് എന്ന് മണി പറഞ്ഞ നിമിഷം മലയാള സിനിമയിലെ മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത വലിയൊരു മനുഷ്യത്വത്തിന്റെ അടയാളമായി മാറുകയാണ്. മണിയുടെ 10ാം ചരമവാർഷികത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഈ വാക്കുകൾ എന്തിനാണ് മലയാളികൾ ഈ മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ചത് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 6-ാം തീയതി മലയാളിക്കര മുഴുവൻ കരഞ്ഞൊരു ദിവസമായിരുന്നു. പ്രിയങ്കരനായ കലാഭവൻ മണി എന്ന മണിക്കിലുക്കമില്ലാതായിട്ട് 10 വർഷം തികയുകയാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം വളരെ കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാടിയിൽ പോകാത്ത സിനിമാ നടന്മാരിൽ ഒരാളായിരിക്കും ഞാൻ. എങ്കിലും കലാഭവൻ മണി എന്ന മനുഷ്യനെ ഞാൻ അളക്കുന്നത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങിയത് അട്ടപ്പാടിയിലെ ഒരു സംഭവത്തോടെയാണ്. അട്ടപ്പാടിയിൽ അദ്ദേഹം ആദിവാസികൾക്കെല്ലാം ഒരു ഓണസദ്യ നൽകി. അതിലേക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു. ഞാൻ പോയി. എല്ലാവർക്കും ഓണക്കോടിയും സദ്യയും കൊടുത്തു. കഴിഞ്ഞപ്പോൾ ഒരു ആദിവാസി സഹോദരൻ മാത്രം ഓണക്കോടി ഉടുക്കാതെ നിൽക്കുന്നു. അപ്പോൾ മണി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുപറ്റി? ഓണക്കോടിയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വന്നതാണോ? തനിക്ക് തുണി കിട്ടിയില്ലെന്ന് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. തൽക്ഷണം മണിച്ചേട്ടൻ തന്റെ ഉടുപ്പും മുണ്ടും അഴിച്ച് ആ മനുഷ്യന് നൽകി. പകരം അദ്ദേഹത്തിന്റെ ഉടുപ്പും മുണ്ടും വാങ്ങി മണിച്ചേട്ടൻ ധരിച്ചു. എന്നിട്ട് വീണ്ടും വേദിയിൽ കയറി പാടാനും മാടാനും തുടങ്ങി. പരിപാടികളെല്ലാം കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് മണിച്ചേട്ടൻ തന്റെ ജാഗർ കാറിൽ എന്നെ കയറ്റി. അനുവേ, നീ ഇതിനകത്ത് കയറിക്കോ, ഞാൻ ചാലക്കുടിയിൽ വിടാം എന്ന് പറഞ്ഞു. എന്റെ വണ്ടി പുറകെ വരുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ കാറിനകത്തൊരു പ്രത്യേക മണം. അദ്ദേഹം ആ മണത്തിന്റെ ഉറവിടം തേടി മണം പിടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ താൻ ധരിച്ചിരുന്ന ആ ഉടുപ്പിൽ നിന്നാണ് ആ മണം വരുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ആ ഉടുപ്പ് മൂക്കോട് ചേർത്ത് പിടിച്ച് ആ മണം ആവോളം ശ്വസിച്ചുകൊണ്ട് അദ്ദേഹം നിഷ്കളങ്കമായി പറഞ്ഞ ഒരു വാചകമുണ്ട്, ഡാ അനൂപേ, എന്റെ അച്ഛന്റെ മണം. മണ്ണിൽ പണിയെടുക്കുന്ന ഒരു ആദിവാസിയുടെ വിയർപ്പിന്റെ ഗന്ധത്തിന് തന്റെ അച്ഛന്റെ ഗന്ധമാണെന്ന് തിരിച്ചറിയാനുള്ള ആ മനുഷ്യന്റെ ശേഷിയാണ് മണിയെ മലയാളക്കരയുടെ മണിക്കിലുക്കമായി മാറ്റിയത്. ഏറെ വേദനയോടെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് അനൂപ് ചന്ദ്രൻ പറയുകയാണ്.